Hi dears, welcome back to my channel. ഇന്നത്തെ നമ്മളുടെ വീഡിയോ നോമ്പ് തുറക്കുമ്പോഴൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇത് വളരെ ഈസിയാണ് ഉണ്ടാക്കിയെടുക്കാൻ, അതുപോലെ തന്നെ നല്ല ഹെൽത്തിയാണ്. ഇത് നമ്മൾ എണ്ണയിൽ മുക്കി പൊരിക്കുന്നൊന്നുമില്ല. അപ്പോൾ അതുപോലെ തന്നെ ഫില്ലിംഗ് ഒന്നും വാട്ടിയെടുക്കുകയൊന്നും വേണ്ട. അപ്പോൾ നല്ല എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും, അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഓൾ ഓപ്ഷൻ കൊടുക്കാനും, അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യം ഞാൻ അതിനായിട്ട് ഒരു ക്യാരറ്റും അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ക്യാബേജും ഇതുപോലെ കനം കുറച്ച് ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ക്യാപ്സിക്കാണ്. അപ്പോൾ ക്യാപ്സിക്കം ഒരു ചെറിയ പീസ് മതി, അതുപോലെ ഒരു മീഡിയം സൈസ് സവാള. ഇത് എല്ലാതും നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ. ക്യാപ്സിക്കം അതേ കനം കുറച്ച് അരിഞ്ഞെടുക്കാം. ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാനുള്ള ഫില്ലിങ് നമ്മൾ വഴറ്റിയെടുക്കുന്നൊന്നുമില്ല കേട്ടോ, അതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തിയാണ്. അപ്പോൾ സവാളയും ക്യാപ്സിക്കവും ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള എല്ലാ വെജിറ്റബിൾസും ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടുണ്ടല്ലോ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തക്കാളിയാണ് കേട്ടോ. തക്കാളി ഞാനിപ്പോൾ ഈ ഒരു തക്കാളിയുടെ പകുതിയാണ് എടുക്കുന്നത്. അതും നമ്മൾ നന്നായിട്ട് കനം കുറഞ്ഞിട്ട് നന്നായിട്ട് പൊടിയായിട്ട് അരിഞ്ഞെടുക്കുക കേട്ടോ. ഇനി അതും കൂടെ നമുക്ക് നമ്മളുടെ ഈ ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ചിക്കന് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടെ ചേർത്ത് വേവിച്ചെടുത്ത് ഒന്ന് പൊടിച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ചതച്ച മുളകില്ലേ അത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ അളവിൽ കുരുമുളകിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ പാകത്തിനുള്ള ഒരു എരിവാവും കേട്ടോ. അപ്പോൾ ഒന്ന് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ടീസ്പൂൺ എന്നുള്ള ഒരു 1.5 ടീസ്പൂണൊക്കെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ടൊമാറ്റോ കെച്ചപ്പാണ് കേട്ടോ. അതിപ്പോൾ ഞാനിവിടെ ഒരു ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടുതൽ ചേർത്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു പുളിപ്പാവും, അതുകൊണ്ട് കുറച്ച് മതി കേട്ടോ. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്താണ് മയോണൈസ്. അതും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഞാൻ കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നോക്കിയിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഒരുപാട് അങ്ങ് കൂടി പോകണ്ട. അത് ഞാനൊരു 3 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. മയോണൈസ് ഇതിലൊന്ന് നന്നായിട്ട് മിക്സ് ആകുന്നത് നോക്കിയിട്ട് വേണം നമുക്ക് ബാക്കി ചേർത്ത് കൊടുക്കാനായിട്ട് കേട്ടോ. നമ്മളെപ്പോഴും മയോണൈസൊക്കെ ചേർത്തിട്ടുള്ള ഒരു സ്നാക്കോ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ എപ്പോഴും വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് നോക്കുക. ഇതാണ് ഏറ്റവും നല്ലത്. പിന്നെ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതൊന്നും ഇപ്പോൾ ഭയങ്കര കേടൊക്കെയാണ്, അതുകൊണ്ട് എപ്പോഴും വീട്ടിലുണ്ടാക്കിയിട്ട് വേണം ഉപയോഗിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഞാനത് ഫുള്ളായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മളുടെ ഫില്ലിങ് റെഡി ആയിട്ടാണ്. ഇനി ഇതവിടെ ഇരിക്കട്ടെ, നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാനുള്ള ബാറ്റർ റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാനൊരു മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മൈദയാണ് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് അളവിൽ മൈദ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതൊരു കപ്പാണോ എടുക്കുന്നത്, ഞാനിപ്പോൾ 250 ml കപ്പിന് 1 കപ്പാണ് എടുത്തത്. നിങ്ങൾ ഏത് കപ്പ് എടുത്താലും വേണ്ടിയില്ല, അതേ അളവിൽ തന്നെ ബാക്കിയുള്ളതൊക്കെ എടുക്കുക. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഒരു 3/4 കപ്പോളം വെള്ളം ഞാൻ കുറേശ്ശെയായിട്ട് ചേർത്തിട്ടാണ് ഈ മൈദ ഒന്ന് അടിച്ചെടുക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ നമുക്ക് 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആദ്യം ഇതൊന്ന് അങ്ങ് അടിച്ചെടുത്തതിൻ്റെ ശേഷം വീണ്ടും കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് നമുക്ക് അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ കറക്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 കപ്പ് മൈദയിലേക്ക് ശരിക്കും 3/4 കപ്പ് അളവിൽ വെള്ളം തന്നെ വേണം കേട്ടോ. അതപ്പോൾ ഈ ഒരു ലൂസിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ഇച്ചിരി വെള്ളം ഞാൻ മിക്സിയുടെ ജാറിൽ ചേർത്ത് കൊടുത്തിട്ട് ഒന്നങ്ങ് അതിലുള്ള അതൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കറക്റ്റ് 3/4 കപ്പ് അളവിലുള്ള വെള്ളമാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഒരുപാട് അങ്ങ് ലൂസായി പോവരുത്, അതുപോലെ തന്നെ നല്ല തിക്കാവുകയും ചെയ്യരുത്. അപ്പോൾ നല്ല തിക്കാവുമ്പോൾ നമ്മൾ ഇത് ദോശ പോലെ ചുട്ടെടുക്കുമ്പോൾ ഭയങ്കര കനത്തിലുള്ള ദോശയായി പോകും. അതുപോലെ ഒരുപാട് ലൂസായിട്ടുണ്ടെങ്കിൽ അത് ദോശക്കല്ലിൽ ഒട്ടിപ്പിടിക്കുകയും ചെയ്യും. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഇനിയിപ്പോൾ ചൂടായിട്ടുള്ള ഒരു പാനിലേക്ക് ഞാൻ ഇത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു തവി ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നമുക്ക് നന്നായിട്ട് അത്യാവശ്യം വലിപ്പമുള്ള നമുക്ക് നന്നായിട്ടൊന്ന് അങ്ങ് ചുറ്റിച്ചെടുക്കാം കേട്ടോ. എണ്ണയൊന്നും ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. അത്യാവശ്യം മൊരിയിച്ചെടുക്കുകയും വേണ്ട. ഒന്നങ്ങ് വെന്ത് വന്നാൽ നമുക്കതിൽ നിന്ന് എടുത്ത് മാറ്റാം. അപ്പോൾ ഇത് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എടുത്തതിന് ശേഷം ബാക്കിയുള്ളതൊക്കെ ഇതേപോലെ ദോശ പോലെ ചുട്ടെടുക്കാം കേട്ടോ.
ഫ്ലെയിം ഒരുപാട് അങ്ങ് കൂട്ടി വെച്ച് കൊടുക്കരുത് കേട്ടോ, കാരണം ഇത് അപ്പോൾ നമുക്ക് കരിഞ്ഞു പോവും. അങ്ങനെ കരിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വേണം വെച്ച് കൊടുത്തിട്ട് ഉണ്ടാക്കിയെടുക്കാനായി. ഇനിയിപ്പോൾ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഈ ഒരു ദോശയില്ലേ, ഇതിൻ്റെ ഈ ഒരു മൊരിഞ്ഞ ഭാഗം നമ്മൾ ഉള്ളിലേക്ക് ആക്കിയിട്ട് വേണം വെച്ച് കൊടുക്കാനായിട്ട്. എന്നിട്ടുണ്ടല്ലോ ഇതിനെ കറക്റ്റായിട്ട് ഒന്നങ്ങ് കട്ട് ചെയ്തെടുക്കുക. ഇത് നമുക്ക് ഫുള്ളായിട്ട് വെച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ ഈ സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇത് കട്ട് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്, കാരണം ഫുള്ളായിട്ട് ആവുമ്പോൾ ഒരുപാട് ഭയങ്കര തിക്കായിട്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ അത്രയ്ക്ക് അങ്ങ് തിക്കായിട്ട് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് ഇതാണ് ഏറ്റവും നല്ലതെന്ന് തോന്നി. അതുകൊണ്ടാണ് കേട്ടോ അത് ഇങ്ങനെ കാണിച്ചു തരുന്നത്. എന്നിട്ടുണ്ടല്ലോ മൈദ കുറച്ച് വെള്ളം ചേർത്ത് കലക്കിയെടുത്തതാണ്. ഇത് നമ്മൾ കൈകൊണ്ട് തന്നെ എല്ലാ ഭാഗത്തും ഇതിൻ്റെ ഈ അറ്റത്തൊക്കെ ഒന്ന് പരട്ടി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ഈ ഫില്ലിംഗ് ഇല്ലേ, അത് ഈ ഒരു അറ്റത്തുനിന്ന് കുറച്ചങ്ങ് ഉള്ളിലേക്കാക്കിയിട്ട് ഭയങ്കര കനത്തിൽ വെച്ച് കൊടുക്കരുത്, എന്നാൽ അത്രയ്ക്ക് അങ്ങ് തിന്നാവുകയും ചെയ്യരുത്. അങ്ങനെ വേണം വെച്ച് കൊടുക്കാനായിട്ടിട്ട്. അത് ഞാനിപ്പോൾ ഇതിൽ വെച്ച് കൊടുക്കുന്നത് അതുപോലെ വേണം ചെയ്തെടുക്കാനായിട്ടിട്ടോ. ഇനി നമുക്കിതിനെ ഒന്ന് മടക്കിയെടുക്കാം കേട്ടോ. നമ്മളിത് കോൺ ഷേപ്പ് ആക്കിയിട്ട് വേണം മടക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഇത് പൊട്ടൊന്നുമില്ല കേട്ടോ, ആ പേടിയൊന്നും വേണ്ട. എന്നിട്ട് നേരത്തെ നമ്മൾ മൈദ പരട്ടി വെച്ചിട്ടുണ്ടല്ലോ, അവിടെ നമ്മൾ കൈ വെച്ചിട്ട് ഇങ്ങനെ ഒന്നങ്ങ് പ്രസ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ സ്നാക്ക് റെഡി ആയിട്ടോ. നല്ല എളുപ്പമല്ലേ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഈ ഒരു ദോശ ഉണ്ടാക്കിയെടുക്കുന്ന പണിയേ ഉള്ളൂ, നമുക്ക് വഴറ്റിയെടുക്കാനൊന്നുമില്ല. ഇതുപോലെ ഈ അറ്റത്തൊന്നും ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടും കേട്ടോ. ഇത് നമ്മൾ ഇതാക്കിയെടുക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പോരൊന്നുമില്ല കേട്ടോ, അത്രയ്ക്ക് തന്നെ അത് പാക്കായിട്ട് നിൽക്കും. ഇനി ഞാൻ നിങ്ങൾക്ക് ഒരെണ്ണം കൂടെ ഇതുപോലെ ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. എന്താ നമ്മളുടെ മറ്റേ പകുതി ഞാനിത് മൈദ ഒക്കെ ഒന്ന് പരട്ടിയിട്ട് അറ്റത്തൊന്ന് പരട്ടി കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം നന്നായിട്ട് തന്നെ ഈ ഒരു ഇത് നമ്മൾ പരട്ടി കൊടുത്തോളൂ കേട്ടോ, എന്നാലേ നമുക്കിതൊന്ന് ഒട്ടി കിട്ടുള്ളൂ. എന്നിട്ട് അത്രയ്ക്ക് അങ്ങ് കനത്തിലല്ലാതെ കുറച്ച് തിന്നായിട്ട് ഇതൊന്ന് വെച്ച് കൊടുക്കുക നമ്മുടെ ഫില്ലിങ്. എന്നിട്ട് നമുക്കിത് കോൺ ഷേപ്പിൽ ഇങ്ങനെ മടക്കിയെടുക്കുക. ഇതൊരു ഇച്ചിരി വലുതായതുകൊണ്ട് തന്നെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരാൾക്ക് ഒരെണ്ണം മതി കേട്ടോ. പിന്നെ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും, കാരണം അവരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള മയണൈസും ടൊമാറ്റോ കെച്ചപ്പും ഒക്കെ ചേർത്തിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് പിന്നെ ഹെൽത്തിയാണ്, ഇതിൽ എണ്ണയൊന്നും അധികം ചേർക്കാതെ നമ്മൾ വഴറ്റുന്നൊന്നുമില്ല. അപ്പം നല്ല ഹെൽത്തിയാണ്. ഇനിയിപ്പോൾ അത് അവിടെ ഇരിക്കട്ടെ. ഞാനിപ്പോൾ ഒരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്നങ്ങ് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ അവിടെ ഒരു സൈഡിൽ ഇരിക്കട്ടെ. ഞാനിപ്പോൾ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് ഏകദേശം 1 ടേബിൾ സ്പൂണോളം എണ്ണയോ വെളിച്ചെണ്ണയോ എന്താ നിങ്ങൾക്ക് വെച്ചാൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരുപാട് എണ്ണ ഒഴിച്ചു കൊടുക്കരുത്. ഇനി അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സ്നാക്കില്ലേ, അത് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് നമ്മൾ ഷാലോ ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരുപാട് എണ്ണ ഒഴിച്ചു കൊടുക്കരുത്. പിന്നെ ഫ്രൈ പാൻ നോൺ സ്റ്റിക്ക് പാൻ ആയതുകൊണ്ട് അത്രയ്ക്ക് അങ്ങ് എണ്ണയുടെ ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ അതിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ടുണ്ടല്ലോ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ആ എഗ്ഗിൻ്റെ ബാറ്ററി ഇല്ലേ, ആ എഗ്ഗ് ഒരു ബ്രഷ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ഇത് വെച്ചിട്ടോ ഇതിൻ്റെ മേലെ ഒന്ന് പരട്ടി കൊടുക്കുക കേട്ടോ. ചെറിയൊരു കോട്ടിങ് പോലെ കൊടുത്താൽ മതി കേട്ടോ, ഒരുപാടൊന്നും അങ്ങ് ഒഴിച്ചു കൊടുക്കണ്ട. ഞാനിപ്പോൾ പരട്ടി കൊടുക്കുന്നില്ലേ, ഇതുപോലെ ഒന്നങ്ങ് ജസ്റ്റ് ഒരു കോട്ടിങ് വേണം, അത്രയേ ഉള്ളൂ. ഇനി ഒരു സൈഡൊന്ന് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ ഇത് പൊട്ടുമൊന്നുമില്ല കേട്ടോ. അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിലത്തെ ഫില്ലിംഗ് ഒന്നും പുറത്ത് പോകുമൊന്നുമില്ല. അത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാനും പറ്റും. എന്നിട്ട് ഈ ഒരു സൈഡിൽ നമ്മൾ എഗ്ഗിൻ്റെ ആ ഒരു കോട്ടിങ് കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ ഒരു സൈഡിൽ നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്നങ്ങ് മുട്ടയുടെ അതൊന്ന് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ മേലെ പരട്ടി കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ 2 സൈഡിലും ഇതേപോലെ തിരിച്ചിട്ട് കൊടുത്തിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളറായിട്ട് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സ്നാക്ക് ഇതുപോലെ കളറൊക്കെ ആയിട്ട് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നല്ല സൂപ്പർ സ്നാക്കാണ്. പ്രത്യേകിച്ച് നിങ്ങളിത് ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറന്നു പോകരുത് കേട്ടോ. പുതിയ വീഡിയോയുമായി നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം. ടേക്ക് കെയർ. താങ്ക് യു ഫോർ വാച്ചിങ്.